ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഡേവിഡ് ലാമിക്ക് കുരുക്കായി മീൻപിടുത്തം തൽക്കാലം പ്രോസിക്യൂട്ട് ചെയ്യില്ല. UK-യിൽ മീൻ പിടിക്കുന്നത്, അതായത് മത്സ്യബന്ധനം, കുറ്റകരമാണോ? നിയമം ലംഘിക്കാതെ ചെയ്യാമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ US വൈസ് പ്രസിഡന്റ് JD വാൻസിനൊപ്പം ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയതിന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്ക് ഔദ്യോഗിക വാണിംഗ് ലഭിച്ചു. ഓഗസ്റ്റ് 8-ന് കെന്റിലെ ചെവിങ്ങിലുള്ള തന്റെ ഔദ്യോഗിക കൺട്രി റിട്രീറ്റിൽ ബ്രിട്ടനിലെ ഒരു അവധിക്കാലത്തിന്റെ തുടക്കത്തിൽ ആദ്യത്വം വഹിക്കുന്നതിനിടയിൽ വിദേശകാര്യ സെക്രട്ടറിയുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരുവരും മത്സ്യബന്ധനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വടി കൊണ്ടുള്ള റോഡ് ഫിഷിംഗിന് ആവശ്യമായ ലൈസൻസ് ലാമിയുടെ കൈവശമില്ലെന്ന് പിന്നീട് വ്യക്തമായി. ലാമി പിന്നീട് ഒരു റോഡ് ലൈസൻസ് വാങ്ങിയതായും പറയുകയും ചെയ്തു. പരിസ്ഥിതി ഏജൻസിയുടെ വക്താവ് ലാമിയെ പ്രോസിക്യൂട്ട് ചെയ്യില്ലെന്നും പറഞ്ഞു. പക്ഷേ ഒരു ഔപചാരിക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 13 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് കരിമീൻ പോലുള്ള ശുദ്ധജലമിനം മത്സ്യങ്ങളെ മത്സ്യബന്ധനം ചെയ്യാൻ റോഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ 2500 പൗണ്ട് വരെ പിഴ ഈടാക്കും. വംശീയ പ്രതിഷേധങ്ങൾ ഉരുകുന്ന ബ്രിട്ടനിലുടനീളം കുടിയേറ്റക്കാർക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. തുടക്കമെന്നോണം അഭയാർത്ഥികളുടെ താൽക്കാലിക സൗകര്യമായ ഹോട്ടലുകൾക്ക് മുന്നിലാണ് പ്രതിഷേധങ്ങളെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും സിഖുകാരും മറ്റു ഇന്ത്യക്കാരും വിവിധ പ്രാന്തപ്രദേശങ്ങൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ മറുപുറത്ത് കുടിയേറ്റ സംരക്ഷണം ഗ്രൂപ്പുകളും പ്രകടനങ്ങളുമായി ഇറങ്ങുകയാണ്. പോർട്ട് സ്മിത്ത്, ഓർപിക്സൺ, ലെസ്റ്റർ, ചിപ്സ്റ്റർ, ആസ്ഫോർഡ്, കാർഡിഫ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് ബ്രിട്ടീഷ് പതാക വഹിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധരും സ്റ്റാൻഡേർഡ് അപ്പ് ടൂറിസം അനുയായികളും തമ്മിൽ സംഘർഷം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഹോട്ടലുകൾ 32,000-ലധികം അഭയം തേടുന്നവരും ഉണ്ടായിരുന്നു. ഇത് ലേബർ പാർട്ടിയുടെ ആദ്യ വർഷത്തെ ഭരണത്തിൽ 8% വർധനവ് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് അപ്പ് ടൂറിസം നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളും എതിർ പ്രകടനങ്ങളും വെള്ളിയാഴ്ച വാരാന്ത്യത്തിൽ കാർഡിഫ് വിമാനത്താവളത്തിന് സമീപമുള്ള ബോർഡ്മൌത്ത്, ലീഡ്സ്, പെർത്ത്, അബർഡീൻ എന്നിവ ഉൾപ്പെടെ അഭയം തേടുന്നവരെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്നതായി കരുതപ്പെടുന്ന ഹോട്ടലുകൾക്ക് പുറത്തു നടക്കുമെന്ന സൂചനയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞു. പഠിക്കാൻ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാതെ UK സർവകലാശാലകളിൽ പഠിക്കാൻ ഇന്ത്യക്കാരെ അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ ഇടിവ് തുടരുന്നതായി ഹോം ഓഫീസ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 ജൂണിൽ അവസാനിച്ച വർഷം 98,014 വിസകൾ ലഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ 99,919 വിസകളുമായി ചൈനയ്ക്ക് തൊട്ടു പിന്നിലാണ്. എന്നാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 11% കുറവുണ്ട്. അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇരട്ടിയായി. കുടിയേറ്റ നിയമം ലംഘിച്ചതിന് 2,715 ഇന്ത്യക്കാരാണ് തടവിലായത്. ഭൂരിഭാഗം പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. എങ്ങുമെത്താതെ പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച. ചർച്ചയുടെ അജണ്ട അംഗീകരിക്കുന്നതുവരെ നിർണായക പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് വ്യക്തമാക്കി. ഇതോടെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ആശങ്കയിലാണ്. റഷ്യൻ വാർത്താ ഏജൻസിയായ റിയയുടെ റിപ്പോർട്ട് പ്രകാരം പുടിനും സെലൻസ്കിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ആസൂത്രണം ചെയ്തിട്ടില്ല. എന്നാൽ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് അജണ്ട തയ്യാറാകുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സെർഗെയ് ലാവ്റോവ് നിലപാടെടുക്കുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച നിരവധി കാര്യങ്ങളിൽ റഷ്യ വഴങ്ങാൻ സമ്മതിച്ചതായും ലാവ്റോവ് പറഞ്ഞതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലി കുട്ടികളെ വിലക്കിയ ഫ്രഞ്ച് പാർക്ക് മാനേജർ അകത്തായി. ഒരു കൂട്ടം ഇസ്രായേലി കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ മതപരമായ വിവേചനം ആരോപിച്ച് തെക്കൻ ഫ്രാൻസിലെ ഒരു വിനോദ പാർക്കിന്റെ മാനേജറെ കസ്റ്റഡിയിലെടുത്തു. 8 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ സ്പെയിനിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. പൈറനീസ് പർവ്വതങ്ങളിലെ സ്പാനിഷ് അതിർത്തിക്കടുത്തുള്ള പോർട്ടെ പുയ്മോൺസിലെ ടൈറോവൾ ലിപ്സൺ സാഹസിക പാർക്ക് ഉപയോഗിക്കുന്നതിന് ഇവർ വ്യാഴാഴ്ച റിസർവേഷൻ നടത്തിയിരുന്നുവെന്നും പെർബിക്സൺ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർക്ക് മാനേജർ ഗ്രൂപ്പിന് പ്രവേശനം നിഷേധിക്കുകയാണെന്ന് വ്യക്തമായതായും ഫ്രഞ്ച് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പറഞ്ഞു. ഫ്രാൻസിലെ ജൂത നിരീക്ഷണാലയവും വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ അഗാധമായ രോഷം പ്രകടിപ്പിച്ചു. പ്രായപൂർത്തിയാക്കാത്തവരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം വിവേചന പ്രവൃത്തി അങ്ങേയറ്റം ഗുരുതരവും റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാനത്തിൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് എന്ന് സംഘടന കുറ്റപ്പെടുത്തി. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഫ്രാൻസിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പമ്പ് വിലയ്ക്ക് വാങ്ങി കൗണ്ടി ലിമറിക്കിന്റെ മാനം കാത്തു നാട്ടുകാർ. 1 നൂറ്റാണ്ട് മുമ്പ് കിൽറ്റീലിലെ കൗണ്ട് ലിമറിക്ക് ഗ്രാമത്തിലെ 7 പമ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവ ഒന്നൊന്നായി അടച്ചുപൂട്ടി.
ഈ വർഷം അവസാനത്തേത് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുമ്പോൾ അതിനെതിരെ ഗ്രാമവാസികൾ സംഘടിച്ചു. 26 ഗ്രാമവാസികൾ ഒത്തുചേർന്ന് തങ്ങളുടെ സമ്പാദ്യം ചിലവിട്ട് ആ ബാർ വാങ്ങി വീണ്ടും തുറന്നുകൊടുത്തു. ഇതോടെ തങ്ങൾ പബ്ലിക്കൻസ് ആയെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് പതിവ് പോലെ ഒത്തുചേരാനും കഥകൾ പങ്കിടാനും ഇടമുണ്ടെന്നുമാണ് നാട്ടുകാരുടെ നിലപാട്. പോലീസുകാരനെ വെടിവെച്ചു കൊന്നു. ജർമ്മനിയിലെ സാർലാൻഡിലെ ഓൾക്കിങ്ങിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിലെ കവർച്ച തടയുന്നതിനിടെ 43-കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സഹപ്രവർത്തകനും കുറ്റവാളികളെ പിടികൂടാനായി കാൽനടയായി പിന്തുടർന്നപ്പോഴാണ് പ്രതി പോലീസിന് നേരെ നിറയൊഴിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും ആയുധം തട്ടിയെടുത്തതിനു ശേഷമാണ് പ്രതികൾ വെടിവെച്ചത്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് കുറഞ്ഞത് 2 തവണയെങ്കിലും വെടിയേറ്റിട്ടുണ്ട്. സംഭവത്തിനിടെ പരിക്കേറ്റ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹെൽസിങ്കിയിൽ ഇന്ത്യ ഡേ ആഘോഷങ്ങൾ. ഹെൽസിങ്കിയിൽ ഇന്ത്യ ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. 2016 മുതലാണ് ഇന്ത്യ ഡേ ആഘോഷങ്ങൾ ഫിൻഡലിലെ നടത്തുന്നത്. ഇന്ത്യൻ ഭക്ഷണം, നൃത്തം, സംഗീതം, വിനോദസഞ്ചാരം തുടങ്ങിയ ബഹുസ്വരതയെ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തെ ഫിൻഡലിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ഇത്. ഓഗസ്റ്റ് 17-ന് ഹെൽസിങ്കിയിലെ മെരിപുയിസ്തോ പാർക്കിലെ തുറന്ന മൈതാനമാണ് ആഘോഷങ്ങൾക്ക് വേദിയായത്. ഇന്ത്യൻ അംബാസഡർ ഹേമന്ത് കൊതൽവാർ, എസ്പോ നഗരത്തിലെ മേയർ കായി മിക്കനൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു. വർഷങ്ങളായുള്ള ഇന്ത്യ ഫിൻഡൽ നയതന്ത്ര ബന്ധത്തിന്റെ ആഘോഷത്തിൽ മൈത്രി പ്രമേയത്തിലായിരുന്നു ഇത്തവണത്തെ ഇന്ത്യ ഡേ പരിപാടികൾ. വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളും മറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളും ആഘോഷങ്ങൾ സജീവമായി പങ്കുചേർന്നു. അയർലൻഡിന് താരിഫ് ഇളവുമായി US. അയർലൻഡിന് ഏറെ ആശ്വാസമേകിക്കൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതി 15% താരിഫ് പരിധി നിശ്ചയിച്ച് EU കരാറായി. കരാറുകൾക്കും സെമി കണ്ടക്ടറുകൾക്കും റംബാനിലെ ഇതേ താരിഫുകളാവും ബാധകമാവുക എന്ന് പുതിയ വ്യാപാര കരാർ വിശദീകരിക്കുന്ന EU സംയുക്ത പ്രസ്താവന വ്യക്തമാക്കി. മാസങ്ങളോളം നീണ്ട ആശങ്കകൾക്കാണ് കരാറിലൂടെ പരിഹാരമായത്. അയർലൻഡിലെ ഏറ്റവും ലാഭകരമായ മേഖലകളിലൊന്നാണ് ഫാർമസ്യൂട്ടിക്കൽ. ഉപഭോക്താക്കൾക്കും വ്യാപാര സമൂഹത്തിനും വളരെ മെച്ചമുണ്ടാക്കുന്ന കരാറാണ് ഇതെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ വ്യക്തമാക്കി. 250% വരെ താരിഫ് ഉയർത്തുമെന്നൊക്കെ ഇടയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ശ്രാവണം 2K25 ഓണവുമായി ഹേമ. ഹെറി ഫോർഡ് മലയാളി അസോസിയേഷൻ ഹേമ ശ്രാവൺ 2K25 എന്ന പേരിൽ ആഗസ്റ്റ് 30-ന് ഹെറി ഫോർഡ് സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം നടത്തുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ ഏകദേശം 500ഓളം അംഗങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ വ്യക്തമാക്കി. പരിപാടി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റ് ബിജോയ് ഉദ്ഘാടനം ചെയ്യും. ഹേമ പ്രസിഡന്റ് ജോജി അധ്യക്ഷത വഹിക്കും. ഓണാഘോഷത്തിന്റെ പ്രധാന ഹൈലൈറ്റായ പ്രശസ്ത താരങ്ങളായ ടിനി ടോം, പാഷാണം ഷാജിയും അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ അരങ്ങേറും. ഇതിനു പുറമെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും ദിനാഘോഷത്തിന് കൂടുതൽ ഭംഗി പകരും. ഇനി ആൻഡ് ദ ട്രാവൽ പൗണ്ട് യൂറോ ഡോളർ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.13 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.31 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.36 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.17 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.